നിത്യം ജീവിക്കുന്ന ദൈവപിതാവിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്: സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗികളോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകരോ പരദൂഷകനോ മദ്യപാനോ കള്ളനോ ആണെങ്കിൽ അവനോടുകൂടെ സംസർഗം പാടില്ല എന്ന് മാത്രമല്ല, അവനോടുകൂടെ ഭക്ഷണം പോലും കഴിക്കരുത് എന്നാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മൾ ഇപ്രകാരമുള്ള സഹോദരരുമായിട്ട്, അതായത് അസന്മാർഗികത, ലൈംഗിക അരാജകത്വങ്ങൾ, അത്യാഗ്രഹങ്ങൾ, വിഗ്രഹാരാധകർ, പരദൂഷകർ, മദ്യപാനികൾ, കള്ളന്മാർ, ഇവരുമായിട്ട് കൂട്ടുചേർന്നാൽ അവരുടെ മ്ലേച്ഛതകൾ നമ്മിലേക്കും കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇപ്രകാരം മ്ലേച്ഛതകൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ മ്ലേച്ഛതകൾക്ക് അടിമയായി നമ്മൾ സ്വയം നശിക്കുവാനും ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുവാനും അത് കാരണമാകും. അതുകൊണ്ടാണ് ബൈബിൾ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നത്. മോശപ്പെട്ട ജീവിതം നയിക്കുന്നത് ആര് തന്നെയാണെങ്കിലും, സ്വന്തം സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവനാണെങ്കിൽ പോലും അവനുമായി സംസർഗം പാടില്ലെന്ന് മാത്രമല്ല, അവനോടുകൂടെ ഭക്ഷണം പോലും കഴിക്കരുത് എന്നാണ് വിശുദ്ധ വേദകം പുസ്തകം അനുശാസിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള വചനമനുസരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ട കൃപാവരങ്ങൾ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.